ഇന്ന് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വളരെയധികം സജീവമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നുള്ളത്. എന്താണ് ഈ ഫങ്ഷണൽ മെഡിസിൻ? നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ആരോഗ്യ സംരക്ഷണ മേഖല, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു ക്രൈസിസിലാണ്. കഴിഞ്ഞ ഒരു 40-50 വർഷമായിട്ട് നമ്മളെ ആരോഗ്യ മേഖലയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ക്രോണിക് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഉദാഹരണത്തിന് പ്രമേഹമായിക്കോട്ടെ, രക്തസമ്മർദ്ദമായിക്കോട്ടെ, അമിതവണ്ണമായിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാൻസർ ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, ഡിമെൻഷ്യ ആയിക്കോട്ടെ, തുടങ്ങിയിട്ടുള്ള നിരവധി രോഗങ്ങളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഈ രോഗങ്ങളെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും ചികിത്സിക്കാനും ഭേദമാക്കാനും വേണ്ടി വളരെ കമൻഡബിൾ ആയിട്ടൊരു അച്ചീവ്മെൻറ്റാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് വളരെ അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒരു ഭാഗത്തുണ്ട്, സ്പെഷ്യലിസ്റ്റുകളും സൂപ്പർ സ്പെഷ്യലിസ്റ്റും അടങ്ങുന്ന ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ട്, ഏറ്റവും മികച്ച രോഗനിർണയ സംവിധാനങ്ങൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള മരുന്നുകളും മറ്റ് ശസ്ത്രക്രിയ രീതികളും കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ രോഗികളുടെയും രോഗങ്ങളുടെയും എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ഗോൺ റോങ് സംവെയർ. എവിടെയോ നമുക്കെന്തോ തെറ്റുപറ്റുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞൊരു 10-15 വർഷത്തോളമായിട്ട് ഫങ്ഷണൽ അപ്രോച്ച് ടു ഹെൽത്ത് എന്നുള്ളത് ഗ്ലോബലി ഇന്ന് ഉയർന്നു കേൾക്കുന്ന പേരുകൾ. ഇന്ന് ഗൂഗിളിൽ വളരെയധികം സെർച്ച് വരുന്ന ഒരു വാക്കാണ് ഫങ്ഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് എന്നുള്ളത്. എന്താണ് ആക്ച്വലി ഫങ്ഷണൽ മെഡിസിൻ? ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നത് ഫങ്ഷണൽ മെഡിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കീ പോയിൻറ്റ്സാണ്. ഒന്ന്, ദ നമ്പർ 1 ഫോക്കസ് ഓഫ് ഫങ്ഷണൽ മെഡിസിൻ ഈസ് ഓൺ റൂട്ട് കോസ്. ഈ രോഗം എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എങ്ങനെയാണ് ഈ രോഗം ഇവോൾവ് ചെയ്തത്, അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഫങ്ഷണൽ മെഡിസിൻ്റെ. ഇപ്പോൾ ഇവിടെ പലപ്പോഴും ഞങ്ങൾ രോഗിയുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് വളരെയധികം സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ചുരുങ്ങിയത് നേരിട്ടൊരു മേ ബി ഒരു 18-20 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട് ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടേഴ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയും. പലപ്പോഴും തെളിയാതെ കിടക്കുന്ന പല കേസുകളുണ്ടാവും. ആരൊക്കെ അന്വേഷിച്ചിട്ടും വേണ്ട രീതിയിൽ നമുക്കത് അതിൻ്റെ കാരണം അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അവിടെ ചിലപ്പോൾ പലപ്പോഴും നമ്മളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കാറുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന പല കാര്യങ്ങളെ കണ്ടെത്തി ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാരണങ്ങളെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. പലപ്പോഴും ഫങ്ഷണൽ മെഡിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസിലൊരു എക്സ്പീരിയൻസാണ്. ഒരു ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസുള്ള ഗേർഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ളൊരു ക്ലയൻറ്റാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തോളമായിട്ട് അദ്ദേഹം ഇതുമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഒത്തിരി ഹോസ്പിറ്റൽസ്, ഒത്തിരി ഡോക്ടേഴ്സ്, പലതവണ അപ്പർ എൻഡോസ്കോപ്പി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു. ചിലപ്പോൾ അത് മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു. എനിവേ അദ്ദേഹം നമുക്കിന്ന് പൊതുവെ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ചികിത്സാ രീതികളും മരുന്നുകളും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. നൗ ഒരു റൂട്ട് കോസ് അപ്രോച്ച് ഇവിടെ എടുത്തപ്പോൾ മനസ്സിലായത് ഫണ്ടമെൻ്റലി അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സ്പൗസ്, അദ്ദേഹത്തിൻ്റെ വൈഫിനുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇത് അദ്ദേഹത്തിനെ വളരെയധികം ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്, നമ്മളുടെ സ്റ്റൊമക്ക് ആസിഡും നമ്മളുടെ ഡൈജഷനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്താണ്. ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് ഹിസ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി. അതാണ് അദ്ദേഹത്തിൻ്റെ ഗേർഡിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇൻട്രസ്റ്റിംഗ്ലി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടുള്ള സ്പൗസ് റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതൊന്നും നമുക്ക് മാറ്റാൻ അത്ര പെട്ടെന്ന് കഴിയില്ല, സാധിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തെയും അവസ്ഥയിലും അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫങ്ഷണൽ മെഡിസിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ ഫുഡ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. ഒട്ടുമിക്ക രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ഡീപ്പർ ലെവലുള്ള കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഗട്ടുമായിട്ട് കണക്റ്റഡാണ്. ഇഫ് യു ക്യാൻ ഫിക്സ് ദ ഗട്ട്, യു ക്യാൻ ഫിക്സ് ദ ഹെൽത്ത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഗട്ടാണ് നമ്മളുടെ ബോഡിയുടെ റൂട്ട് എന്ന് പറയുന്നത്.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളും എല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്നതും സ്വാംശീകരിക്കുന്നതും എന്തിന് നമ്മളുടെ ഈ കാണുന്ന ശരീരം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച്, ഭക്ഷണത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് ശരിക്കും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു 70-80% അവസ്ഥകളെയും രോഗങ്ങളെയും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഗട്ട് നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഗട്ട് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ മെറ്റബോളിസം, ഗട്ട് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം, ഗട്ട് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഹോർമോൺ സിസ്റ്റം, ഗട്ട് ക്യാൻ ഇൻഫ്ലുവൻസ് ഈവൻ അവർ ബ്രെയിൻ ഫങ്ഷൻസ്. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ സ്ത്രീകളിൽ കാണാറുള്ള ഒരു അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. പലപ്പോഴും ഇത് ഒരു ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ ഓഫ് ഹൈപ്പോതൈറോയിഡിസം ആയിട്ട് നമുക്ക് കാണാറുണ്ട്. ഇവിടെ വളരെയധികം ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഡയറ്റിനാണ്. മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹാർമണിയിൽ വന്നൊരു ഒരു ഒരു ക്ലയൻ്റാണ്. ഒരു 10 വർഷത്തോളമായിട്ട് അദ്ദേഹം പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചലഞ്ചിലാണ്. അദ്ദേഹം ഏറ്റവും മികച്ച ചികിത്സാ രീതികൾ ഏറ്റവും മികച്ച വ്യക്തികളും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ കൺസൾട്ടേഷൻ അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സകളുടെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും മരുന്നുകളുടെയും ഒക്കെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഇത്ര വലുപ്പമുള്ളൊരു ഫയൽ എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. ആൻഡ് ഐ വെൻ ത്രൂ ദ ഫയൽ. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഒരുപക്ഷെ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് എത്രമാത്രം ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ഒരുപക്ഷെ കാര്യമായൊരു ഇടപെടലൊന്നും നടത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ അത് ഒരു പുഴുങ്ങിയ ഏത്തപ്പഴവും 2 ഗോതമ്പ് ദോശയാണ്. ആൻഡ് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി കോൺഫ്ലിക്റ്റിംഗ് ഓർ നോട്ട് അഡാപ്റ്റബിൾ ഫോർ എ ഡയബറ്റിക് പേഷ്യൻറ്റ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് പറ്റിയൊരു ഭക്ഷണക്രമം അല്ലത്. അപ്പോൾ ഭക്ഷണം ശരിയാക്കാതെ ഒരു പരിധിവരെ നമുക്ക് ഒരു രോഗത്തെയും ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ടൂൾ ഈസ് ഫുഡ്. ഫങ്ഷണൽ മെഡിസിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഫീച്ചർ, ഫങ്ഷണൽ മെഡിസിൻ കൺസിഡർ ദ ഹോൾ ബോഡി ഓർ ബോഡി ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇന്ന് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും വേണ്ടത് തന്നെയാണ് അത് ഏത് ഓർഗനിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് കൺസേൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊരു ഓർഗൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകുന്നു. അദ്ദേഹം ആ സമയത്തുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യാൻ തക്കവണ്ണം നമ്മളൊരു ചികിത്സാ രീതിയിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും അത് എഫക്റ്റീവാണ്, ഒരു എമർജൻസി ആസ്പെക്റ്റ് അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിഡക്ഷനിസ്റ്റ് അപ്രോച്ച്, അതൊരു ഓർഗൻ സെൻട്രിക് അപ്രോച്ച് താൽക്കാലികമായി വളരെയധികം ബെനിഫിറ്റ് കാണാറുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും രോഗി പലപ്പോഴും രോഗിയായി തന്നെ തുടരുകയാണ്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള റിഡക്ഷനിസ്റ്റ് അപ്രോച്ചിന് കഴിയാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും, അത് ഏത് അവയവത്തിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ മറ്റ് പല കോശങ്ങളും അല്ലെങ്കിൽ എല്ലാ കോശങ്ങളുമായിട്ടും കണക്റ്റഡ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എവറി സെൽ ഇൻ അവർ ബോഡി ടോക്സ് ടു എവറി അതർ സെൽ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ മെഡിസിൻ നമുക്ക് വേണ്ടതൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതായത് ഓർഗൻസും സിസ്റ്റംസും നമ്മുടെ മനുഷ്യ ശരീരവും എല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ആ വ്യക്തിയെ നോക്കിക്കാണാൻ. എന്തിന്? ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ ചുറ്റുപാടുകൾ, വി കോൾ ഇറ്റ് എൻവയർമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ തൊഴിൽ, അദ്ദേഹം വളർന്നു വന്ന ജീവിത രീതികൾ, പശ്ചാത്തലം, ഇതിനെല്ലാം കൂടെ കൺസിഡർ ചെയ്യണം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എൻവയർമെൻ്റ് എന്നാണ്. അപ്പോൾ എൻവയർമെൻറ്റിനെയും കൂടെ ചേർത്തിട്ടുള്ളൊരു അപ്രോച്ചാണ് അതിനെ വിളിക്കുന്ന ഒരു എപ്പിജെനറ്റിക്സ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ പല ആരോഗ്യത്തിൻ്റെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, രോഗങ്ങളുടെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ എൻവയർമെൻറ്റ്. സോ അങ്ങനെ നോക്കിയാൽ ഇത്തരത്തിലുള്ളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ഫങ്ഷണൽ മെഡിസിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചിൽപ്പെട്ട ഒന്നാണ്. റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ ഭക്ഷണവും അതുപോലെ മറ്റ് ജീവിത രീതികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിലിടപെടുക. എന്തിന്? ആ വ്യക്തിയും ആ വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകളെയും ഒരേപോലെ ഒരേ പ്രാധാന്യത്തോടെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന, നമ്മളിന്ന് ഹെൽത്ത് കെയർ ക്രൈസിസ് ഉണ്ടെന്ന് പറയുന്ന നിരവധി ജീവിതശൈലി രോഗങ്ങളെ ഒക്കെ തന്നെ റിവേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനും ഫങ്ഷണൽ മെഡിസിന് സാധിക്കാറുണ്ട്. ആൻഡ്
അതുകൊണ്ടാണ് ഇന്ന് ഫങ്ഷണൽ മെഡിസിൻ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്.